എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സോ നമ്മൾ തിയറീസ് ഓഫ് ഫെയിലിയറിൻ്റെ ലെക്ചേഴ്സാണ് ഇതിനു മുമ്പത്തെ സെഷൻസിലൊക്കെ നമ്മൾ തിയറീസ് ഓഫ് ഫെയിലിയറിനും അതിൻ്റെ പ്രോബ്ലംസുമാണ് നമ്മൾ കഴിഞ്ഞ ലെക്ചേഴ്സിൽ പറഞ്ഞത്. സോ തിയറീസ് ഓഫ് ഫെയിലിയർ വെച്ച് നമുക്കൊരു മെഷീനെ ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. ബട്ട് ഞാൻ തിയറീസ് ഓഫ് ഫെയിലിയർ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ദിസ് ഈസ് ലിമിറ്റഡ് ഫോർ സ്റ്റാറ്റിക് ലോഡ്സ്. സ്റ്റാറ്റിക് ആയിട്ടുള്ള ലോഡ്സിൽ മാത്രമേ തിയറീസ് ഓഫ് ഫെയിലിയർ എന്നത് അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. സോ വേരിയബിൾ ആയിട്ടുള്ള ലോഡ്സ് വന്നു കഴിഞ്ഞാൽ ദീസ് തിയറീസ് ഓഫ് ഫെയിലിയർ വിൽ നോട്ട് വർക്ക്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മെമ്പേഴ്സ് സബ്ജക്റ്റഡ് ടു വേരിയബിൾ ലോഡ്സ് ക്യാൻ ബി ഡിസൈൻഡ് അല്ലെങ്കിൽ ക്യാൻ ബി ഡിസൈൻഡ് യൂസിങ് സം അതർ പ്രിൻസിപ്പിൾസ്. വേറെ കുറച്ച് പ്രിൻസിപ്പിൾസ് വഴിയാണ് നമുക്ക് വേരിയബിൾ ലോഡ്സായ കണ്ടീഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റാം. ഓക്കെ, സോ വേരിയബിൾ ലോഡ്സ് വരുമ്പോൾ അവിടെ വേരിയബിൾ സ്ട്രെസ്സസും ഉണ്ടാവും. അതായത് ഇപ്പോൾ വേരിയസ് ടൈപ്സ് ഓഫ് വേരിയബിൾ സ്ട്രെസ്സസ് എന്ന് പറയുന്നത് സൈക്ലിക് സ്ട്രെസ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ഓർ സൈക്ലിക് സ്ട്രെസ്. ഓക്കെ, സൈക്ലിക്കായിട്ട് ഓരോ പീരിയോഡിക്കലായിട്ടുള്ള ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന സിസ്റ്റത്തിൽ പീരിയോഡിക്കൽ അല്ലെങ്കിൽ സൈക്ലിക് ആയിട്ടുള്ള സ്ട്രെസ്സസ് ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സസ്, ഇപ്പോൾ ഒരു മിനിറ്റ് വൈസോ അല്ലെങ്കിൽ ഓരോ ലെങ്ത്തിലെ അതിൻ്റെ ലെങ്ത്ത് വൈസ് ഓരോ വേറെ വേറെ ലെങ്ത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഓരോ ടൈമിലോ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾട്ടർനേറ്റിംഗ് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ള. ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സസ് പറഞ്ഞാൽ ഇവിടെ ചെറുതായി അത് കൂടി കുറഞ്ഞു കൂടി കുറഞ്ഞു കൂടി കുറഞ്ഞു, അങ്ങനെ സ്ട്രെസ്സസ് ആർ ആൾട്ടർനേറ്റിംഗ്. ഓക്കെ, ഇനിയുള്ള ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്. ദിസ് ടൈപ്പ് ഓഫ് ലോഡിംഗ് ഹാപ്പൻസ് വെൻ സ്ട്രെസ് വേരി ഫ്രം മിനിമം ടു മാക്സിമം ഓഫ് സെയിം നേച്ചർ. അത് ഫോഴ്സസ് എല്ലാം ഒരേ നേച്ചർ ആയിരിക്കും, പക്ഷേ എന്താണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി അത് മിനിമം ടു മാക്സിമം മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ അതായത് ടെൻസൈൽ ഫോഴ്സസ്, ഇപ്പോൾ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സസിൻ്റെ കേസിൽ ടെൻസൈൽ ആവാം, കംപ്രസീവ്, ടെൻഷൻ, കംപ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറി മാറി വരും. പക്ഷെ ഇവിടെ എല്ലാം ടെൻഷൻ ആയിരിക്കും, പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓൺലി ചേഞ്ചസ്. മിനിമം ഇപ്പോൾ 0 to ഒരു ന്യൂട്ടൺ ടെൻസൈൽ ഫോഴ്സ് 2 ന്യൂട്ടണായി, 3 ന്യൂട്ടണായി, 5 ന്യൂട്ടണായി, പിന്നെ വീണ്ടും 4 ന്യൂട്ടണായി, 3 ന്യൂട്ടണായി, 2 ന്യൂട്ടൺ അങ്ങനെ പോയി. പക്ഷേ ഈ കേസിൽ 1 ന്യൂട്ടൺ കംപ്രസീവ് ഫോഴ്സ് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ ചിലപ്പോൾ 10 ന്യൂട്ടൺ ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും, അല്ല കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും, പിന്നെ വീണ്ടും ടെൻസൈൽ, അങ്ങനെ മാറും. സോ അതിന് ആൾട്ടർനേറ്റിംഗ് ഒന്നും ഇവിടെ ഇതിനെ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്യുമ്പോൾ ഈ വേരിയബിൾ ആയിട്ടുള്ള സ്ട്രെസ് ആവുമ്പോൾ ഈ രണ്ട് തരത്തിലുള്ള അല്ലെങ്കിൽ രണ്ട് പ്രോപ്പർട്ടീസാണ് നമുക്ക് മെയിൻലി നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യം വരിക. ഒന്ന് മീൻ സ്ട്രെസ്സും രണ്ടാമത്തത് ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സും. അത് രണ്ടും കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സിഗ്മ എം എന്ന് പറയുന്നത്. മീൻ സ്ട്രെസ് എന്ന് പറയുന്നത് മാക്സിമം ലോഡ് കൊണ്ടുണ്ടാവുന്ന മാക്സിമം സ്ട്രെസ് പ്ലസ് മിനിമം സ്ട്രെസ് ഡിവൈഡഡ് ബൈ 2. ദിസ് ഈസ് അപ്ലിക്കബിൾ ഫോർ ഓൾ ദി കോൺസെപ്റ്റ്സ്. അതായത് ഫോഴ്സിനെ ആയാലും, ഇപ്പോൾ ഫോഴ്സ് മാക്സിമം ഫോഴ്സും മിനിമം ഫോഴ്സും ആണ് തന്നിട്ടുള്ളതെങ്കിൽ മീൻ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ മാക്സിമം ഫോഴ്സ് പ്ലസ് മിനിമം ഫോഴ്സ് ബൈ 2. ഓക്കെ, ഇപ്പോൾ സ്ട്രെസ് ആണെങ്കിൽ മാക്സിമം സ്ട്രെസ് പ്ലസ് മിനിമം സ്ട്രെസ് ബൈ 2. ഓക്കെ, അതേപോലെ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ് ആണെങ്കിൽ സിഗ്മ എ എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുക. അത് സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മിനിമം ബൈ 2. ഇവിടെയും ദ സെയിം കോൺസെപ്റ്റ്. എഫ് ആൾട്ടർനേറ്റിംഗ് ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ മാക്സിമം ഫോഴ്സ് മൈനസ് മിനിമം ഫോഴ്സ് ബൈ 2. ഓക്കെ, സോ അതാണ് ഇവിടെ അടിയിൽ കൊടുത്തിട്ടുള്ളത്. എഫ് എം ഇസിക്വൽ ടു എഫ് മാക്സ് പ്ലസ് എഫ് മിനിമം ബൈ 2. ഇത് കൂടാതെ മൊമെൻറ്റ് ഡിപ്പെൻസ്. ഇപ്പോൾ സ്ട്രെസ്സസ് പലതരത്തിലാവാം, ഫോഴ്സസ് പലതരത്തിലാവാം. ഫോഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ മൊമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക, ടോർക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ കേസിലെല്ലാം ഈ പ്രോപ്പർട്ടി സിമിലറാണ്. ബെൻഡിങ് മൊമെൻറ്റ് മീൻ കാണണമെങ്കിൽ മാക്സിമം പ്ലസ് മിനിമം ബൈ 2,
അതിൻ്റെ ആൾട്ടർനേറ്റിംഗ് ബെൻഡിങ് മൊമെൻ്റ് ആണ് കണ്ടെങ്കിൽ മാക്സിമം മൈനസ് മിനിമം. ഇവിടെ തെറ്റുണ്ട്. സി ദിസ് ഇസ് മാക്സിമം. അത് എഴുതിയതിൻ്റെ തെറ്റാണ്, അത് കറക്റ്റ് ചെയ്യുക. ഓക്കെ, സോ ദ സെയിം കോൺസെപ്റ്റ് ഈസ് റിപ്പീറ്റിംഗ്. ഓക്കെ, സോ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സെഷനിൽ മെയിൻ തിങ്, അതായത് എപ്പോഴും നമ്മളൊരു വേരിയബിൾ ലോഡ്സ് വരുമ്പോൾ ഒരു സൈക്ലിക് പ്രോസസ്സിലൂടെ ഇത് ലോഡ്സ് ആക്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ ദർ ഹാപ്പൻസ് ഫെറ്റിക്. ഓക്കെ, അപ്പോൾ സൈക്ലിക് ലോഡിങ് വരുമ്പോൾ ഒരു പ്രത്യേക സ്ട്രെസ്സിൽ എന്തുണ്ടാവും? ഫെയിലിയർ ഉണ്ടാവും. ദാറ്റ് വിൽ ബി ഒബ്വിയസ്ലി ഈൽഡ് പോയിൻറ്റിനേക്കാൾ കുറവുള്ള ഒരു പോയിന്റ്, അതായത് എലാസ്റ്റിക് ലിമിറ്റ് കഴിയുന്ന ഈൽഡ് പോയിന്റ് ആവുന്നതിൻ്റെ തൊട്ട് മുൻപേ ദ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ദ മെറ്റീരിയൽ ഫെയിൽസ്. ഓക്കെ, സോ സൈക്ലിക് ലോഡിങ്ങിൽ ഒരുപാട്, ഇപ്പോൾ നമ്മൾ ഒരു ഇമ്പാക്റ്റ് ലോഡ് കൊടുക്കുമ്പോൾ ഒരു 25 ന്യൂട്ടൺ എന്നുള്ള ഒരു ലോഡാണ് ഒരു ഒബ്ജക്റ്റിൽ കൊടുക്കുന്നത് എങ്കിൽ ഓക്കെ, അത് അപ്പം തന്നെ ബ്രേക്ക് ആവും. പക്ഷേ നമ്മൾ സൈക്ലിക്ക് 25 ന്യൂട്ടൺ 10 ന്യൂട്ടൺ നമ്മൾ ഒരു കോമൺ ലോഡ് കൊടുക്കുന്നു, അപ്പോൾ ഫെയിലാവുന്നതും നമ്മൾ കുറേ 10 ന്യൂട്ടൺ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന കുറേ നേരത്തേക്ക് കൊടുത്തിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫെയിലിയറും മാറ്റമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏത് പോയിന്റിൽ എത്ര സൈക്കിൾസ് കൂടുമ്പോഴാണ് ഈ സംഭവം ഫെയിലാവുന്നത്, ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഫെറ്റിഗ് എന്ന് പറയുന്നത്. അടുത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എൻഡൂറൻസ് ലിമിറ്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം വാല്യൂ ഓഫ് സൈക്കിൾ സ്ട്രെസ് by which a failure occurs in a standard specimen when it is subjected to number of cycles. അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മളൊരു ഒബ്ജക്റ്റ് സൈക്ലിക് ലോഡിങ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സൈക്കിൾസ് കഴിഞ്ഞാൽ ഇതിന് ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ 10 ന്യൂട്ടൺ ആണ് ഇതിൻ്റെ ഫെറ്റിഗ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് സൈക്കിൾസ് കഴിയുമ്പോൾ ഈ 10 ന്യൂട്ടൺ ആക്ട് ചെയ്ത് അവസാനം അത് ഫെയിലിയർ ആവും. ഓക്കെ, പക്ഷേ ഇങ്ങനെ സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സിൽ നമ്മൾ 8 ന്യൂട്ടനാണ് അല്ലെങ്കിൽ 7 ന്യൂട്ടനാണ് നമ്മൾ ആ കേസിൽ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ വീണ്ടും കൂടുതൽ സൈക്കിൾസും കൂടുതൽ ഫെറ്റിക് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഈൽഡ് പോയിന്റ് 10 ന്യൂട്ടൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് ഫെയിൽ ആവുമെങ്കിൽ അതിൻ്റെ സൈക്ലിക് ഈവൻ ഒരു 10 ന്യൂട്ടൺ ഡയറക്റ്റ്ലി കൊടുക്കുമ്പോൾ തന്നെ അത് ഫെയിൽ ആവുകയാണെങ്കിൽ അതിനൊരു ഇൻറ്റൻസിറ്റി കുറച്ച് നമ്മൾ 7 ന്യൂട്ടൺ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം കൊടുത്ത് അത് ഫെയിൽ ആവാതെ പോവുകയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ്, അതായത് 7 ന്യൂട്ടണിനേക്കാൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സിൽ 10 ന്യൂട്ടൺ വരെ ഈൽഡ് സ്ട്രെസ് ഈൽഡ് പോയിന്റ് വരെയുള്ള 10 ന്യൂട്ടൻ്റെ ഫോഴ്സ് വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഈൽഡ് സ്ട്രെസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അത് സൈക്ലിക് പ്രോസസ്സിൽ ഒരുപക്ഷെ 7 ന്യൂട്ടൺ വരെ അത് താങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ 7 ന്യൂട്ടണിന് കൂടുതൽ 8 ന്യൂട്ടൺ നമ്മൾ സൈക്ലിക് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ 8 ന്യൂട്ടണിൽ തന്നെ 10 ന്യൂട്ടൺ എത്തേണ്ട ആവശ്യമില്ല, 8 ന്യൂട്ടണിൽ തന്നെ ആ ഒരു ഒബ്ജക്റ്റ് ഫെയിലാവും. ഓക്കെ, സോ അങ്ങനെ ആവുമ്പോൾ ഏത് പോയിന്റ് വരെ 7 ന്യൂട്ടൺ വരെ നമ്മൾ സൈക്ലിക്കായിട്ട് നമ്മൾ ലോഡ് കൊടുത്താലും അത് ഫെയിൽ ആവാതെ നിൽക്കുമെങ്കിൽ ആ ലിമിറ്റിനെയാണ് നമ്മൾ എൻഡൂറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ഒബ്ജക്റ്റ് ഇനീഷ്യലി ഒരു 10 ന്യൂട്ടണിലാണ് ഇത് ഫെയിൽ ആവുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇത് 10 ന്യൂട്ടണിലാണ് ഫെയിൽ ആവുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഈൽഡ് പോയിന്റ് 10 ന്യൂട്ടൺ കൊടുത്താൽ അതിൻ്റെ ഈൽഡിങ് തുടങ്ങി. ഓക്കെ, ഫെയിൽ ആവണമെന്നില്ല, ഈൽഡിങ്. ഓക്കെ, പക്ഷെ നമ്മൾ ഈ 10 ന്യൂട്ടൺ നമ്മൾ സൈക്ലിക്കായിട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ 10 ന്യൂട്ടൺ വേണ്ട, നമ്മൾ 8 ന്യൂട്ടനാണ് കൊടുക്കുന്നത് വിചാരിക്കുക. കുറേ സൈക്ലിക്കായിട്ട് വേറെ ടൈമിൽ ഇത് സൈക്ലിക് പ്രോസസ്സായിട്ട് 8 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഒബ്ജക്റ്റിന് ഈ ഫെയിലിയർ അല്ലെങ്കിൽ ഈൽഡിങ് എന്നുള്ളത് കാണാൻ പറ്റും. സോ എപ്പോഴാണ് ഒരു സേഫ് ലോഡ് സച്ച് ദാറ്റ് സൈക്ലിക് ലോഡിങ് കൊടുത്താലും നമുക്ക് ഈ ഒബ്ജക്റ്റ് ഫെയിൽ ആവാതെ എത്ര ഇൻറ്റൻസിറ്റിയിലായിരിക്കും, 7 ന്യൂട്ടൺ നമ്മൾ സൈക്ലിക്കായിട്ട് കൊടുത്താൽ പോലും
ഈ ഒരു ഒബ്ജക്റ്റിന് ഫെയിലിയർ ആവുന്നില്ല എങ്കിൽ ആ 7 ന്യൂട്ടനാണ് ന്യൂട്ടൺ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സാണ് ഇതിൻ്റെ എൻഡ്യൂറൻസ് ലിമിറ്റ് അല്ലെങ്കിൽ എൻഡ്യൂറൻസ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എൻഡ്യൂറൻസ് സ്ട്രെസ്സിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ദിസ് ഈസ് നോട്ട് ഇൻ ദ ഡാറ്റ ബുക്ക് ഐ തിങ്ക്, വിച്ച് ഈസ് എൻഡ്യൂറൻസ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു സിഗ്മ യു അല്ലെങ്കിൽ 0.6 അല്ലെങ്കിൽ 0.5 സിഗ്മ യു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ലിമിറ്റ്. ഓക്കെ, അതായത് സിഗ്മ യു എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെസ്. ഓക്കെ, സോ അൾട്ടിമേറ്റ് സ്ട്രെസ് തരും. അതിൽ നിന്ന് നമ്മൾ തന്നില്ലെങ്കിൽ ഓരോ മെറ്റീരിയലിന് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ഡാറ്റ ബുക്കിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് എൻഡ്യൂറൻസ് ലിമിറ്റ് അല്ലെങ്കിൽ എൻഡ്യൂറൻസ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, so this is very important equation. Okay, now whenever a machine component changes the shape of its cross section, the simple stress distribution no longer holds good and discontinuity is different. The irregular in stress distribution due to the sudden, ഇത് നമ്മൾ പറഞ്ഞതാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ അല്ലെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന സംഭവം. അതായത് നമ്മളെ ജോമെട്രിക്ക് അനുസരിച്ച് there can be a അല്ലെങ്കിൽ localization of stresses in some plane അല്ലെങ്കിൽ some area. അപ്പോൾ അതിനാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. KT is equal to സിഗ്മ മാക്സിമം ബൈ സിഗ്മ നോമിനൽ സ്ട്രെസ്. ഓക്കെ, നോർമൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെസ് എന്നോ അങ്ങനെ പറയാം. നോമിനൽ സ്ട്രെസ് ആണ്, നോർമൽ അല്ല, നോമിനൽ സ്ട്രെസ്. ഓക്കെ, സോ ഇവിടെയും നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ ഇത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഫെറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. ഓക്കെ, അപ്പോൾ KT എന്ന് പറയുന്നത് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ആണെങ്കിൽ ഫെറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞ വേറൊരു ടേമും കൂടിയുണ്ട്. അപ്പോൾ അതിനെ KTF എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അത് എൻഡ്യൂറൻസ് ലിമിറ്റ് വിത്തൗട്ട് സ്ട്രെസ് കോൺസെൻട്രേഷൻ ബൈ എൻഡ്യൂറൻസ് ലിമിറ്റ് വിത്ത് സ്ട്രെസ് കോൺസെൻട്രേഷൻ. അപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴേ ഉണ്ടാവുള്ളൂ. എന്ത് വന്നാലും സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അവിടെ ജോമെട്രിയിലൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻഡ്യൂറൻസ് ലിമിറ്റ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഇല്ലാതെയുള്ള എൻഡ്യൂറൻസ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ സ്ട്രെസ് കോൺസെൻട്രേഷനോട് കൂടിയുള്ള എൻഡ്യൂറൻസ് ലിമിറ്റ്, അതാണ് KTF എന്ന് പറയുന്നത്, അതായത് ഫെറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. ആൻഡ് അടുത്തൊരു വലിയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നോച്ച് സെൻസിറ്റിവിറ്റി എന്ന് പറയും. It is defined as the degree to which effect of stress concentration is reduced. ഇപ്പോൾ സെൻസിറ്റിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ഇവിടെ എന്തിൻ്റെ സെൻസിറ്റിവിറ്റിയാണ്? അതിൻ്റെ ജോമെട്രി എത്രത്തോളം സെൻസിറ്റീവാണ് ഒരു സ്ട്രെസ്സിനെ ഹോൾഡ് ചെയ്യാൻ. ടു വിച്ച് എഫക്റ്റ് ഓഫ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഈസ് റെഡ്യൂസ്ഡ്, എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിൻ്റെ ഒരു ഡിഗ്രി പറയുന്നതാണ് നോച്ച് സെൻസിറ്റിവിറ്റി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ Q. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. Q is equal to KTF minus 1 by KT minus 1. സോ ഇവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതേ മെത്തേഡിൽ KT നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Q എന്ന് പറയുന്നത് മിക്കപ്പോഴും അത് തരും. ഈ Q എന്ന് പറയുന്നത് നോട്ട് സെൻസിറ്റിവിറ്റി എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് KTF ഫെറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ മോട്ടോ. അത് എന്തിനാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, നൗ മെയിൻലി നമ്മൾ ഈ പോർഷനിൽ, അതായത് വേരിയബിൾ ലോഡ്സ് വരുമ്പോൾ ഞാൻ പറഞ്ഞു തിയറീസ് ഓഫ് ഫെയിലിയർ എന്നുള്ളത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. സോ അതിനുവേണ്ടി വേറെ രണ്ടല്ല 3 തിയറംസ് ഉണ്ട് ആക്ച്വലി. സോ നമ്മൾ ഡാറ്റ ബുക്കിൽ യൂസ് ചെയ്യുന്ന 2 തിയറംസ് ആണ്. ഗുഡ്മാൻസ് റിലേഷൻഷിപ്പും സോഡർബർഗ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇക്വേഷൻ. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഈ 2 ഇക്വേഷൻസാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, KTF സിഗ്മ A ബൈ ABC സിഗ്മ EN പ്ലസ് സിഗ്മ M ബൈ സിഗ്മ U ഈക്വൽ ടു 1/n. ഇതിൽ N എന്ന് പറഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി, സിഗ്മ A എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്, സിഗ്മ M എന്ന് പറഞ്ഞാൽ മീൻ സ്ട്രെസ്, സിഗ്മ EN എന്ന് പറഞ്ഞാൽ എൻഡ്യൂറൻസ് ലിമിറ്റ് സ്ട്രെസ്, സിഗ്മ U അൾട്ടിമേറ്റ് സ്ട്രെസ്. ഇതിൽ KTF എന്ന് പറഞ്ഞാൽ ഫെറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ, ABC എന്നുള്ളതിൻ്റെ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക്
സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്നുള്ള ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ABC എന്നുള്ള ടേംസിൻ്റെ പ്രസക്തിയുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി ടേംസ് വെച്ച് ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അത് ശ്രദ്ധിക്കുക. സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രം ഇതിനെ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ഇതിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, കാരണം ഡക്റ്റൈൽ മെറ്റീരിയൽസിൻ്റെയാണ് അധികവും ചോദിക്കുക. ബ്രിട്ടിൽ മെറ്റീരിയൽസിൻ്റെ ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം എന്താണ്, ഇവിടെ അൾട്ടിമേറ്റ് സ്ട്രെസ്സിന് വരെ ഇവിടെ സോഡർബർഗിൽ ഈൽഡ് പോയിന്റ് ആണ്, ഇവിടെ രണ്ടിലും ഇതിലാണ്. ഓക്കെ, അങ്ങനെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ ഫാക്ടർ വന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഇക്വേഷൻ വേറെ വ്യത്യാസങ്ങളില്ല. ഓക്കെ, സോ ഇതിൽ തന്നെ ABC എന്ന് പറയുന്നത് ആൾമോസ്റ്റ് കോൺസ്റ്റൻസ് ആണ്. ഒന്നുകിൽ തരും, ഇല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാം. അതായത് A ഈസ് ഫോർ റിവേഴ്സ്ഡ് ബെൻഡിങ് ആണോ, റിവേഴ്സ്ഡ് ആക്സിയൽ ലോഡിങ് ആണോ, ടോർഷൻ ലോഡിങ് ആണോ, ബെൻഡിങ്ങിനാണെങ്കിൽ ആക്സിയൽ ലോഡിങ് ആണെങ്കിൽ ടോർഷൻ ലോഡിങ് ആണെങ്കിൽ ഈ വാല്യൂസ് വെച്ച് എടുക്കുക. ഓക്കെ, അതേപോലെ B സൈസ് കറക്ഷൻ ഫാക്ടർ, ഇതിൻ്റെ വാല്യൂ ഏകദേശം 0.9 റേഞ്ചിൽ വരും. സിയുടെ വാല്യൂ 0.85. ഇൻ കേസ് തന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഡാറ്റ ബുക്കിൽ വാങ്ങിയ ഡാറ്റ ബുക്കിൽ തന്നെ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ അതിൽ മാർക്ക് ചെയ്യുക. ബിയുടെ വാല്യൂ 0.9ഉം സിയുടെ വാല്യൂ 0.85 ആണ് ജനറലി, തന്നിട്ടില്ല എങ്കിൽ. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞത്. ജനറലി 3 മെത്തേഡ്സ് ഉണ്ട്, ഗർബർ മെത്തേഡ്സ്, ഗുഡ്മാൻസ് മെത്തേഡ്, സോഡർബർഗ്. നമ്മളിതിൽ ഈ 2 മെത്തേഡ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അധികവും ഏത് മെത്തേഡ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, സോഡർബർഗ് യൂസ് ചെയ്യായിരിക്കും മിക്കവാറും നല്ലത്. ഓക്കെ, ബോത്ത് ആർ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഇതിനു മുമ്പേ നമ്മൾ തിയറീസ് ഓഫ് ഫെയിലിയറിൽ ചെയ്ത പോലെ ഇതിനെല്ലാത്തിനും ഓരോ സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് മാത്രം മനസ്സിലാക്കി ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് എ റോഡ് സബ്ജക്റ്റഡ് ടു ആൻ ആക്സിയൽ ലോഡ് വേരിയിങ് ബിറ്റ്വീൻ 10 kilonewton compression and 30 kilonewton tension. The road is made of C40 steel. Assume factor of safety as 2.5. So എന്തൊക്കെ തന്നിട്ടുണ്ട്, ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട്, എന്ത് മെറ്റീരിയലാണ് എന്ന് തന്നിട്ടുണ്ട്, വേരിയബിൾ ലോഡ്, അതായത് 10 kilonewton കംപ്രഷനിൽ നിന്ന് 30 kilonewton ടെൻഷനിലേക്ക് മാറി. ഓക്കെ, അത് ആക്സിയൽ ലോഡാണെന്ന്. അപ്പോൾ ആക്സിയൽ ഫോഴ്സ് ആയിരിക്കും ഈ 10 kilonewton to 30 kilonewton എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്സിയൽ ഫോഴ്സിൻ്റെ മീൻ ഫോഴ്സും അതേപോലെ ആൾട്ടർനേറ്റിംഗ് ഫോഴ്സും കണ്ടുപിടിക്കുക. അതുകൂടാതെ അതിൻ്റെ സ്ട്രെസ്സസും, മീൻ സ്ട്രെസ്സും ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സും. കാരണം നമുക്ക് മാക്സിമം സ്ട്രെസ്സും മിനിമം സ്ട്രെസ്സും കണ്ടുപിടിക്കാൻ പറ്റും, ബിക്കോസ് മാക്സിമം ഫോഴ്സും മിനിമം ഫോഴ്സും തന്നിട്ടുണ്ട്, അതുകൊണ്ട്. ഓക്കെ, സോ ഇവിടെ ഫൈൻ ഡയമീറ്റർ ഓഫ് എ റോഡ്, ഒരു റോഡാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ എന്താ റോഡ് എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം, ഇവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KT എന്നുള്ളത് ഇല്ല. കാരണം എന്താ, ഇവിടെ ഒരു ജോമെട്രിക്കലി ചേഞ്ച് ഇല്ല, ഒരു യൂണിഫോം ആയിട്ടുള്ള സ്ട്രെസ്സും ഫോഴ്സസും ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക, മാക്സിമം ഫോഴ്സ് വന്നിട്ടുണ്ട് 30 kilonewton, അതിനെ യൂണിറ്റ് ചേഞ്ച് ചെയ്തു. മിനിമം ഫോഴ്സ് കംപ്രഷനിലാണ്, അപ്പം -10 × 10⁻³ ന്യൂട്ടൺ. ഓക്കെ, അത് കംപ്രഷൻ ലോഡാണ്, അപ്പം അതിന് നെഗറ്റീവ് സൈൻ. N is 2.5. നമ്മൾ സോഡർബർഗിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. KTF സിഗ്മ A ബൈ ABC സിഗ്മ EN പ്ലസ് സിഗ്മ M ബൈ സിഗ്മ U അല്ലെങ്കിൽ സിഗ്മ YP ഈക്വൽ ടു 1/n. സോ ഈ കേസിൽ നമുക്ക് KTF ABC എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യണ്ട, സിഗ്മ A സിഗ്മ M കണ്ടുപിടിക്കണം, എൻഡ്യൂറൻസ് ലിമിറ്റ് കണ്ടുപിടിക്കണം, ഈൽഡ് പോയിന്റ് നമുക്ക് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഈൽഡ് പോയിന്റ് സ്ട്രെസ്സും കിട്ടും. ഓക്കെ, N ഈസ് ഓൾസോ ഗിവൺ. സോ ഇതിൽ നിന്ന് സ്ട്രെസ്സ് എല്ലാം ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള ഇക്വേഷൻ, അതായത് എയുടെ ഡിപ്പെൻഡഡ് ആയിട്ട് കിട്ടും. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ സിഗ്മ A എന്ന് പറഞ്ഞാൽ സിഗ്മ മാക്സിമം മൈനസ്, അതായത് ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ് മാക്സിമം മൈനസ് സിഗ്മ മിനിമം ബൈ 2. സിഗ്മ M എന്ന് പറഞ്ഞാൽ മിനിമം മീൻ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മാക്സിമം പ്ലസ് മിനിമം ബൈ 2.
ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു സംഭവം സിഗ്മ എയും സിഗ്മ എമ്മും കണ്ടുപിടിച്ച് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോഴ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഫോഴ്സ് അറിയാം, മിനിമം ഫോഴ്സ് അറിയാം ബൈ 2. ഓക്കെ, അപ്പോൾ ഫോഴ്സ് കിട്ടി. അതേപോലെ അതിൽ നിന്ന് സ്ട്രെസ് കണ്ടുപിടിക്കാം. സ്ട്രെസ് എ ഇസ് ഈക്വൽ ടു ഇ എഫ് എ ബൈ ഏരിയ, അത് കിട്ടി. ഓക്കെ, ഇനി മീൻ ഫോഴ്സും ഇതേപോലെ കണ്ടുപിടിക്കാം. മാക്സിമം ഫോഴ്സ് പ്ലസ് മിനിമം ഫോഴ്സ് ബൈ 2. അതിൽ നിന്ന് മീൻ സ്ട്രെസ് നമുക്ക് കിട്ടി. അപ്പോൾ മീൻ സ്ട്രെസ്സും ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സും ഇൻ ടേംസ് ഓഫ് എ നമുക്ക് കിട്ടി. ഇനി മെറ്റീരിയൽ C40 ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ C40യുടെ ഈൽഡ് പോയിൻറ്റ് സ്ട്രെസ് നമുക്ക് 464 പേജ് നമ്പറിൽ നിന്ന് കിട്ടും. ഈൽഡ് പോയിൻറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് 324 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അൾട്ടിമേറ്റ് സ്ട്രെസ്സും ആ പേജിൽ തന്നെ ഉണ്ട്, 600 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അപ്പോൾ എൻഡൂറൻസ് ലിമിറ്റിൻ്റെ ഇക്വേഷൻ പറഞ്ഞു 0.5 അല്ലെങ്കിൽ 0.6 ഇൻറ്റു സിഗ്മ യു. 0.5 ആയാലും 0.6 ഏതിട്ടാലും കുഴപ്പമില്ല, വലിയ വ്യത്യാസം വരുന്നില്ല. ഓക്കെ, ഇവിടെ 0.5 ഞാൻ എടുത്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ 0.5 ഇൻറ്റു 600 ഇസ് ഈക്വൽ ടു 300. ഇപ്പോൾ എല്ലാ ടേംസും കിട്ടി. സോ ഇത് സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് KTFും ABS നെഗ്ലക്റ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാ ടേംസിനെയും നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻ ആൻസർ ഫോർ ഏരിയ. ഏരിയയിൽ നിന്ന് ഡയമീറ്റർ നിങ്ങൾക്ക് കിട്ടും 17.61 mm. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ്. എല്ലാം ഇതിന് മുമ്പ് ചെയ്തതിനേക്കാട്ടിൽ കുറച്ചുകൂടിയും സിമ്പിളാണ്. കുറച്ചുകൂടിയും ഡാറ്റ ബുക്കിൻ്റെ യൂസ് നമ്മൾ ഇപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറും കൂടി വരുമ്പോൾ ഡാറ്റ ബുക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും കൂടി നിങ്ങൾ നോക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദീസ് ക്വസ്റ്റ്യൻസ് വിൽ ഓൾസോ ബി ആസ്ക്ഡ് ഫോർ യുവർ ഫസ്റ്റ് ഇൻറ്റേർണൽസ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.